അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള വിശേഷം തന്നെയുള്ളത്. ഉച്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളിത് ഓടാനിറങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ സമയം 5 മണിയാവണം. സിനാൻ മദ്രസയിൽ പോകാൻ യാസിക്ക് പറഞ്ഞിട്ട് ഇന്ന് ദഫുണ്ട്, അവർക്ക് രണ്ടുപേർക്കും ദഫുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ ഇനി വിശ്വസ്കാരം കഴിഞ്ഞിട്ടാണ് കൊണ്ടുപോയിട്ട് പോരുള്ളൂ. പിന്നെ ഫർഹാനകത്ത് യാത്ര ആവുന്നുണ്ട്, അവർക്കെല്ലാവർക്കും ഉണ്ട് മദ്രസ. അപ്പോൾ 5 മണിയാവണം. 5 മണിയൊക്കെയാണ് നമ്മൾ ഇനിയിപ്പോൾ വൈകിട്ട് ഓടാനിറങ്ങണം കേട്ടോ. അപ്പോൾ ഇനി വൈകിട്ടത്തെ വിശേഷങ്ങളും ഓട്ടങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്കപ്പോൾ ഉച്ച കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി നിസ്കാരം പള്ളിയിൽ നിസ്കാരം ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചാണ് കേട്ടോ ഗേറ്റിങ്ങേന്ന്. അപ്പോൾ അത് അവർ ക്യാൻസൽ ചെയ്ത്. എന്തുകൊണ്ടാണാവോ ക്യാൻസൽ ചെയ്തെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് നേരെ ആലുവക്ക് തന്നെ പോകാമെന്ന് ഓർത്താണ്. അപ്പോൾ അടിക്കുമോ നോക്കാം. അടിച്ചിട്ട് ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാമല്ലോ. അപ്പോൾ ഓട്ടം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് കൊണ്ടോട്ടിയിൽ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടാ. കൊണ്ടോട്ടിയിൽ നിന്നല്ല, തുരുത്തുമ്മേന്ന് മെട്രോ സ്റ്റേഷനിലോട്ടാണ് അടിച്ചേക്കണം. അപ്പോൾ ആദ്യം അടിച്ച ട്രിപ്പ് നല്ല ട്രിപ്പായിരുന്നു, പക്ഷേ അത് അവരെന്താ ക്യാൻസൽ ചെയ്യാൻ അറിയാൻ പാടില്ല. അപ്പോൾ ഇപ്പം മെട്രോ സ്റ്റേഷനിലോട്ട് അടിച്ചേക്കണം. അപ്പോൾ നമുക്കത് അവിടെ പോയി പിക്ക് ചെയ്യാം, എന്നിട്ട് മെട്രോയിലാക്കിയിട്ട് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ പമ്പിലോട്ട് എത്താറായിട്ട് കേട്ടോ. പമ്പിലോട്ട് എത്താറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ട CNGയുടെ വണ്ടിയുടെ ക്യൂ ആണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ലാത്തോണം ക്യൂ ആണ് ഇവിടെ. ഇപ്പോൾ CNG അടിക്കാൻ വേണ്ടി പമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പമ്പിൽ കാണുന്ന ക്യൂ ആണ് കാണുന്നത്. അങ്ങനെ അറ്റം വരെ ഉണ്ട് ക്യൂ. എന്താണെന്നറിയില്ല. അത് ഇവിടെ ഒരു സെക്ഷനിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ അവിടെ അടിക്കണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വണ്ടികളുണ്ട് ക്യൂ. സാധാരണ രീതിയിൽ ഓട്ടോറിക്ഷയ്ക്കൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്ര ക്യൂ വരാറില്ല. കാരണം വെച്ചാൽ നമുക്ക് നേരത്തെ അടിച്ച് പോകാൻ പറ്റും. ഇവിടെ അങ്ങനെ നമുക്ക് ക്യൂ വരലില്ല. പക്ഷേ അവിടെ എന്തോ വിഷയത്തിൽ പണിയെടുക്കണതുകൊണ്ടാണ് ഇവിടെ ഈ മാതിരി ക്യൂ വന്നേക്കണം. ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് എപ്പോൾ അടിച്ച് പോകാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. നോക്കട്ടെ എത്ര മണിക്ക് എപ്പോൾ അടിക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഊഴമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ CNG അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എത്രയാണ് കട്ടാവുമെന്ന് അറിയാൻ പാടില്ല. 548 രൂപ 56 രൂപയൊക്കെ ആയി. ഇപ്പോൾ 560 കട്ടായിട്ടാണ്. 560 രൂപയുടെ CNG ഇപ്പോൾ നമ്മുടെ കയ്യിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി CNG അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓൺ ചെയ്ത് ഓടാൻ പോകണം. ഊബർ ഓഫ് ചെയ്തിട്ടൊക്കെയല്ല, ഇനി ഓൺ ചെയ്യണം ഇപ്പോൾ തന്നെ. അപ്പോൾ നമ്മൾ ഊബർ ഓൺ ചെയ്തപ്പോൾ തന്നെ നമുക്ക് മറ്റേ സൂഫി മന്തിന്ന് ഒരു എടപ്പള്ളി അടിച്ചിട്ടുണ്ട്. സൂഫി മന്തിന്ന് എടപ്പള്ളി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരെ ബുക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര മഴയാണ്, ഒരു രക്ഷയില്ല, ഭയങ്കര മഴ. നമ്മളാ പമ്പിൽ നിന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യൂബർ അടിച്ചത് എടപ്പള്ളിക്കാണ്. അപ്പോൾ അവിടെ നിന്ന് ഭയങ്കര ബ്ലോക്കായിരുന്നു, ഒരു രക്ഷയുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ എടപ്പള്ളിയിൽ നിന്ന് എനിക്ക് മറ്റേ ഇടത്തലക്ക് ഒരു ഓട്ടോ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടത്തലക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ലുലുവിൻ്റെ അവിടുത്തെ ഫ്ലൈഓവർ കയറി, മഴയുടെ കാരണം ഫ്ലൈഓവർ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളാ ഓട്ടം ഇവിടെ പോയില്ലേ, എന്നിട്ട് മറ്റേ ഗ്യാസ് അടിച്ച് കഴിഞ്ഞിട്ട് CNG അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എടപ്പള്ളിക്ക് ഒരു ഓട്ടോ അടിച്ചല്ല. അത് പോയി എൻ്റെ പൊന്നോ പെട്ടുപോയി. അവിടെ പോയിട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ മുട്ടം തുടങ്ങി അവരുടെ ലൊക്കേഷൻ വരെ ബ്ലോക്കായിരുന്നു. അങ്ങനെ അതവിടെ എത്തി. എന്തായാലും എൻ്റെ മഗ്‌രിബ് അവിടെ അങ്ങനെ പോയി കിട്ടി. അത് കഴിഞ്ഞുകൊണ്ട് പിന്നെ എൻ്റെ ഒരു ഭാഗ്യത്തിന് അവിടുന്ന് നേരെ ഇടത്തലക്ക് ഒരു ഓട്ടോ അടിച്ച്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഓട്ടോ എടുത്തുകൊണ്ട് നേരെ ഇടത്തല കൊണ്ടവരെ ആക്കി. അപ്പോൾ അവിടുന്ന് ചൂണ്ടിക്കന്ന് നേരെ ഇടയപ്പുറത്തേക്ക് ഒരു ഓട്ടോ അടിച്ച്. അപ്പോൾ അതും കഴിഞ്ഞ് നേരെ കൊണ്ടോട്ടിയിൽ എത്തിയിട്ടുണ്ട്, നമ്മുടെ പള്ളിയിൽ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും പള്ളിയിൽ കയറിയിട്ട് ഇശ നിസ്കരിച്ചിട്ട് പിള്ളേരുണ്ട് ഇവിടെ, അവർ ദഫിന് വന്നിട്ട് പോയിട്ടില്ലല്ലോ. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് നേരെ ഇനി വീട്ടിൽ പോകണം. അപ്പോൾ ഇന്നത്തെ ഓട്ടം കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. വൈകിട്ടത്തെ ഒറ്റ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ആ എടപ്പള്ളിക്ക് പോയിട്ട് മൊബൈലുമ്പോൾ തൊടാനേ പറ്റിയില്ല, അമ്മാതിരി ബ്ലോക്കായിരുന്നു. അപ്പോൾ ഇനി നാളെ മറ്റുള്ള വിശേഷങ്ങളായിട്ട് കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്.